ഈ കുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഈ സ്കൂളിൻ്റെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡിൻഡോ മാഷെ നമ്മുടെ കുട്ടികൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ഇരിക്കുകയാണ്. എല്ലാവർക്കും അഭിമാനമാണ്. അവരുടെ ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് മാത്രമല്ല, അത്തരത്തിൽ ഒരു ദേശസ്നേഹം തുളുമ്പുന്ന അല്ലെങ്കിൽ ദേശസ്നേഹികളായി മാറ്റുന്നു കുട്ടികൾ. അത്തരത്തിലൊരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ അധ്യാപകരും ആ രീതിയിൽ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചകളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും. നമ്മുടെ സ്കൂളിൻ്റെ നിലപാട് എന്താണ്? അത് തുറന്ന് പറയണം. അത് കേൾക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ നിലപാട് എന്താ വെച്ചാൽ, ഇത് ദേശഭക്തിഗാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള വിദ്യാലയമാണിത്. കേരളത്തിൽ 300ഓളം ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളും ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികളുമുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ദേശഭക്തിഗാനം എന്നുള്ള നിലയ്ക്ക് മാസം ഓരോ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദേശഭക്തിഗാനം പഠിപ്പിക്കുന്നുണ്ട്. അത് ആരെടുത്തു ആരെഴുതി എന്നുള്ളതല്ല, ആര് ചൊല്ലി എന്നുള്ളതല്ല. ദേശഭക്തിഗാനത്തിൻ്റെ വരികളാണെങ്കിൽ അതിൽ ജാതി, മതം, വർഗം, അതുപോലെ റിലീജിയൻ ഇതൊന്നും ഇല്ലാത്ത വാക്കുകളാണെങ്കിൽ നമ്മളെടുക്കും, അതിന് നമ്മൾ ദേശഭക്തിഗാനമായിട്ട് ചൊല്ലും. ദേശഭക്തിഗാനമാണ്, അത് ആരെഴുതിയാലും ഏത് ഐഡിയോളജിയിലുള്ള ആളെ എഴുതിയാലും അതിനെ എടുക്കും, നമ്മളത് ചൊല്ലും. നമ്മൾ നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഭാരതത്തിന് വേണ്ടി പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെയും വല്ലതും പറിച്ചിട്ടോ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല ഇവിടെ ഞങ്ങൾ ക്രൂസിഫൈ ചെയ്തിരിക്കുന്നത്. പകരം ഒരു ദേശഭക്തിഗാനം ചൊല്ലിയതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഒരാക്ഷനും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം നിയമപരമായിട്ട് മാത്രമാണ് ഈ വിദ്യാലയം നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ആ ഒരു വിശ്വാസമുണ്ട്. അതിന് മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നമ്മളൊപ്പം ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു രീതി വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും ശക്തമായിട്ട് നിങ്ങൾക്ക് പിന്തുണ നൽകാനായിട്ട് കോടിക്കണക്കിന് പേരുണ്ട്, കോടിക്കണക്കിന് ദേശീയവാദികളുണ്ട്, ദേശസ്നേഹികളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് മാഷിന്? ഞാൻ എന്നും പറയുന്ന കാര്യമാണ്, എൻ്റെ മക്കളോടും പറയുന്ന കാര്യമാണ്. ദേശമുണ്ടെങ്കിൽ രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ കഴിവുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ ഇവിടെ വളർന്നു വരണം. നമുക്ക് അബ്ദുൽ കലാമിനെ പോലെ നല്ല സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവണം. അവർ ഈ മണ്ണിൽ തന്നെ വർക്ക് ചെയ്യണം. ജോലി കിട്ടിയാൽ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയല്ല വേണ്ട, പകരം ഭാരതത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാനുള്ള കുട്ടികളുണ്ടാവണം. ഈ നമ്മുടെ ദേശഭക്തി ഗാനത്തിലും ഇതേ വരികളാണ് പറയുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിക്കാൻ വേണ്ടി മുതിരുക.